പറയുകയാണെങ്കിൽ ഈ ദുരന്തത്തിന്റെ കാരണം എന്ത് എന്നുള്ള കാര്യം ലോകത്തോട് വിളിച്ചു പറയാൻ ഒരാളെ മാത്രം അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ആ വ്യക്തിയുടെ പേരാണ് രമേശ് കുമാർ വിശ്വാസ്. അദ്ദേഹം കേവലം സെക്കൻഡുകൾ കൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായി എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. ഈ കുമാർ വിശ്വാസിന് എന്താണ് ഈ അപകടത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം കാതോർത്തിരിക്കുകയായിരുന്നു ലോകം. കാര്യം നേരത്തെ തന്നെ ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം പുറം ലോകം അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് നേരത്തെ വ്യോമയാന മന്ത്രിയായ പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവർ പറഞ്ഞെങ്കിൽ ഇതിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് ബോക്സ് തന്നെ അദ്ദേഹം കൃത്യമായി വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. എന്താണ് ആ വിമാനത്തിലുണ്ടായത്? അതായത് പറന്ന് പൊങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വലിയൊരു ശബ്ദം വിമാനത്തിൽ കേട്ടെന്നും അതിനുശേഷം വിമാനം തകർന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായി. കാര്യം വിമാനം താഴേക്ക് വീഴുമ്പോൾ തന്നെ നാം കാണുന്നതാണ് അഗ്നിഗോളമായി തന്നെയാണ് ഉയരുന്നത്. വലിയ പുക പടലങ്ങളാണ് ഉയരുന്നത്. പക്ഷെ ഒരു കാരണവശാലും ഒരാൾക്ക് പോലും ഒരു അതിജീവനത്തിന് സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു വിമാനത്തിന്റെ ഒരു തകർച്ചയാണ് 650 അടി ഉയരത്തിൽ നിന്നും ഈ ഹോസ്റ്റലിലേക്ക് വീണത്. പക്ഷെ ആ കാലം കരുതി വെച്ചതുപോലെ തന്നെ രമേശ് കുമാറിനെ അദ്ദേഹം 11A സീറ്റിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് വന്ന് അദ്ദേഹം ലോകത്തോട് ആ സത്യം വിളിച്ചു പറയുകയാണ്. കേവലം 30 സെക്കൻഡുകൾക്കുള്ളിൽ വലിയ ശബ്ദം കേട്ടു, അങ്ങനെ വിമാനം തകർന്നു എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് ഇപ്പോൾ നെഞ്ചിലും കണ്ണിലും വലിയ തരത്തിലുള്ള ഒരു പരിക്ക് ഏറ്റിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം നടന്ന് പോകുന്നത് നമ്മൾ കണ്ടെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം ഗുരുതരമായ ഒരു ചെസ്റ്റിന്, അദ്ദേഹത്തിന്റെ നെഞ്ചിന് ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ മനസ്സിലായത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ച് മികച്ച വൈദ്യസഹായം തന്നെ നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് അദ്ദേഹം ആ അപകടം നടന്ന സ്ഥലത്തു നിന്നും കേവലം മീറ്ററുകൾ മാത്രം അകലെയുള്ള സിവിൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്, ഐസിയുവിലാണ് ഇപ്പോൾ.